ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് സോയാ ചങ്ക്സ് കൊണ്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതങ്ങനെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. ആദ്യം നമുക്ക് ഈ സോയാ ചങ്ക്സ് വെള്ളത്തിൽ കഴുകിയെടുക്കണം. 2 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഈ സോയാ ചങ്ക്സ് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുന്നില്ല, അല്ലാതെ തന്നെ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ടൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നു. അതിനുശേഷം സോയാ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് 2 മിനിറ്റ് സമയം വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെക്കാം. പാത്രം നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് 2 ഏലക്കായും 2 ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് പട്ട ചേർക്കാം. 1 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കാം. പെരുംജീരകം ചേർക്കുന്നത് കൊണ്ട് നമുക്കിതിൻ്റെ നല്ല ഫ്ലേവർ കിട്ടും. 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം. ഇനി നമുക്ക് കുരുമുളക് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കുരുമുളകും ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇത് തണുക്കാൻ വേണ്ടി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഉള്ളി വഴറ്റിയെടുക്കാനുണ്ട്. അതിനുവേണ്ടി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിരുന്നു, അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചി 2 വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയുടെയും ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. സോസ് ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ വറുത്തെടുത്ത മസാലക്കൂട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ വേവിച്ചെടുത്ത സോയാ ചങ്ക്സ് ഊറ്റി വെച്ചിരുന്നു, കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിരുന്നു, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് വഴറ്റി കൊടുക്കാം. മസാലക്കൂട്ട് പൊടിച്ചെടുത്ത മിക്സി ജാറിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സാക്കിയത് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഈ മസാലക്കൂട്ടിൽ വെള്ളത്തിൻ്റെ അംശം കുറവായതുകൊണ്ട് ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചാനലിൻ്റെ വലത് സൈഡിൽ സബ്സ്ക്രൈബ് എന്ന് കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ പുതുതായിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.